സ്വാഗതം. വോട്ടുകൊള്ള ആരോപണത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയേക്കും. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനമാണ്. രാഹുൽ ഗാന്ധി എച്ച് ഫയൽസ് പുറത്തുവിടുമെന്ന് കോൺഗ്രസ് പറയുന്നു. ബൽറാം നെടുങ്ങാടിയും വിനീത വിജയും ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുന്നു. ആദ്യം ബൽറാമിലേക്ക് പോകുന്നു. ബൽറാം, ആദ്യം കേട്ടത് ഹൈഡ്രജൻ ബോംബ്, നേരത്തെ പറഞ്ഞ ഹൈഡ്രജൻ ബോംബ് എന്നാണ്. പിന്നീട് എച്ച് ഫയൽസിലേക്ക് വന്നു. എച്ച് എന്ന് പറയുന്നത് ഹരിയാനയാണോ ഹൈഡ്രജൻ ആണോ എന്ന് ഇപ്പോഴും പൂർണ്ണാർത്ഥത്തിൽ വ്യക്തമല്ല. രാഹുൽ എത്തിയോ ബൽറാം? ഹഷ്മി, രാജ്യം കാത്തിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് അത് ഇന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈഡ്രജൻ ബോംബ് ഇന്ന് പൊട്ടിക്കും എന്നാണ് യൂത്ത് കോൺഗ്രസ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ എച്ച് ഫയൽസ് എന്നാണ് ഏറ്റവും ഒടുവിലായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങളിലും ഒപ്പം തന്നെ കാർഡുകളിലും കോൺഗ്രസ് അറിയിക്കുന്നത്. അത് ഹരിയാന സംബന്ധിച്ചുള്ള, ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് സംബന്ധിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ, ചില തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിടും എന്ന സൂചനകളുണ്ട്. ഇത് തന്നെയാണ് ഹൈഡ്രജൻ ബോംബ് എന്ന സ്ഥിരീകരണവും ചില കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പോലും ഈ ഒരു വാർത്താ സമ്മേളനം ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി നടത്തുന്നത്. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ രേഖകൾ, രാഹുൽ ഗാന്ധിയുടെ സംഘം കണ്ടെത്തിയ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ ഈ വാർത്താ സമ്മേളന വേദിയിൽ എത്തിച്ചിട്ടുണ്ട്. വലിയ ഒരു സ്ക്രീൻ തന്നെ ഈ തെളിവുകൾ പുറത്തുവിടുന്നതിനായുള്ള സാക്ഷികൾ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ എത്തിക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം, കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം തലവൻ പവൻ ഖേര ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഈ വശങ്ങളിലുള്ള വാതിലിലൂടെയായിരിക്കും അദ്ദേഹം പ്രവേശിക്കുക. തുടർന്ന് തെളിവുകൾ, കഴിഞ്ഞ 2 തവണയും അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് സമാനമായ തരത്തിൽ തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ അവതരിപ്പിച്ചുകൊണ്ടാവും, മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ ഒരു വാർത്താ സമ്മേളനവും നടത്തുക എന്നാണ് വ്യക്തമാകുന്നത്. മുതിർന്ന നേതാക്കൾ, ജയറാം രമേശ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിലായി കഴിഞ്ഞ 2 തവണയും മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള തെളിവുകളായിരുന്നു രാഹുൽ പുറത്തുവിട്ടത്. രാഹുൽ ഗാന്ധിയുടെ സംഘം അത് മാസങ്ങൾ നീണ്ട പരിശോധനകൾക്ക് ഒടുവിൽ പുറത്തുവിട്ട തെളിവുകളായിരുന്നു. ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഗുരുതര ക്രമക്കേടുകൾ നടത്തിയതായുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് നേരത്തെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളാണോ ഈ ഒരു ഹൈഡ്രജൻ ബോംബിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ നടക്കാനിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി നടത്തുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പോലും ഈ ഒരു വാർത്താ സമ്മേളനം ശ്രദ്ധിക്കൂ എന്ന ആഹ്വാനം കോൺഗ്രസ് നൽകുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനങ്ങൾ അത് ആദ്യഘട്ടത്തിൽ നിസ്സാരമായി തള്ളിക്കളയുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെങ്കിൽ പിന്നീട് വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ ഈ ആരോപണങ്ങൾ നിഷേധിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത്രത്തോളം ഗുരുതരമായ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ആദ്യ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടത്. അത് രാജ്യവ്യാപകമായി തന്നെ വലിയ ചർച്ചകൾക്കും വോട്ട് ചോരി മുദ്രാവാക്യത്തിനും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാനും കഴിഞ്ഞിരുന്നു. ബീഹാറിൽ രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക യാത്രയും പ്രചരണവും നടത്തിയ ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് ബീഹാർ കടക്കാനൊരുങ്ങുന്നത്. നാളെ ജനങ്ങൾ വോട്ട് ചെയ്യും മുമ്പാണ് രാഹുൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്താൻ ഒരുങ്ങുന്നത്. അതിനായുള്ള വലിയ ആകാംക്ഷയുണ്ട്. പക്ഷേ രാജ്യം മുന്നിട്ട് നോക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിന് അവിടെ കാര്യങ്ങൾ സെറ്റാവുന്നുണ്ട്, കാര്യങ്ങൾ തയ്യാറാവുന്നുണ്ട്. ഏകദേശം ഒരാൾ പൊക്കത്തിൽ രേഖകൾ ഒരു ട്രോളിയിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. നേരത്തെ നടത്തിയ വോട്ട് ചോരി 2 രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനങ്ങൾ വലിയ കോളിളക്കമുണ്ടാക്കിയ വാർത്താ സമ്മേളനമാണ്. അതിൽ സെപ്റ്റംബർ 18 ആദ്യ വാർത്താ സമ്മേളനം ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കിയതും വലിയ ചർച്ചയുണ്ടാക്കിയതും ഇലക്ഷൻ കമ്മീഷൻ അതിനുവേണ്ടി വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയേണ്ടി വരുന്നതും അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാവുന്നതുമായ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം അലന്ത് ഫയൽസ് പറഞ്ഞ ആലന്ദ് മണ്ഡലത്തിലെ കാര്യങ്ങൾ ഈ രീതിയിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതാണ്ട് അതേ സജ്ജീകരണം തന്നെയാണ്. വലിയ LED സ്ക്രീൻ, അവിടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഒരു പോഡിയം. ഏതാണ്ട് ആദ്യ 2 വാർത്താ സമ്മേളനങ്ങൾ പോലെ തന്നെയാണ് വേദിയിലെ സജ്ജീകരണങ്ങൾ. അല്പസമയത്തിനും രാഹുൽ ഗാന്ധി എത്തുമെന്നും കരുതാൻ. വിനീത വിജി തുടരുന്നുണ്ട്. വിനീത, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടുത്തെ പരസ്യ പ്രചാരണമൊക്കെ കഴിഞ്ഞ തിരക്ക് കഴിഞ്ഞ് വരുന്നു എന്നുള്ളതാണോ കാണേണ്ടത്, അതോ നാളെ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നു എന്ന പ്രത്യേകത അതിലുണ്ടോ വിനീത?
തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ ബീഹാറിലെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. നാളെ ജനം വിധി എഴുതാൻ പോവുകയാണ്. അതിന് തൊട്ട് തലേ ദിവസമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ വാർത്താ സമ്മേളനം എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാനിപ്പോൾ ഉള്ളത് ആ വാർത്താ സമ്മേളനം നടക്കുന്ന വേദിയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഏതാണ്ട് അല്പസമയത്തിനകം ഒരു 10 മിനിറ്റിനുള്ളിൽ ആ വാർത്താ സമ്മേളനം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എനിക്ക് പിന്നിലായി കാണുന്ന ഈ വേദിയിലായിരിക്കും രാഹുൽ ഗാന്ധി എത്തുക. ആ ഇടതുവശത്തുള്ള ഡോർ വഴി വാതിലൂടെയായിരിക്കും അദ്ദേഹം ഈ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആ സമീപത്തുള്ള വേദിയിൽ കാണുന്ന ഒരു ചെറിയ മേശയ്ക്ക് മുകളിലായ നിരവധി രേഖകളൊക്കെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ഒരു ഹൈഡ്രജൻ ബോംബ് ലോഡിംഗ് എന്ന തരത്തിലേക്കുള്ള ചില സൂചനകൾ നേരത്തെ തന്നെ കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. അത്തരത്തിലേക്കുള്ള ഒരു വെളിപ്പെടുത്തലുകൾ തന്നെ ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ മഹാരാഷ്ട്രയിലും കർണാടകയിലും അടക്കം ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തെളിവുകളടക്കമുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവരികയും അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം വീണ്ടും അദ്ദേഹം ഒരു മാധ്യമങ്ങളെ കണ്ടുകൊണ്ടൊരു വാർത്താ സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഏതാണെങ്കിലും എന്തായിരിക്കും അദ്ദേഹം ഈ പുറത്തുവിടുന്ന ഹൈഡ്രജൻ ബോംബ് എന്നുള്ളത് തന്നെയാണ് ആകമാനം മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ ഘട്ടത്തിൽ ഉറ്റുനോക്കുന്നതെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം നേരത്തെ തന്നെ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയൊക്കെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ അത് ആറ്റം ബോംബായിരുന്നുവെങ്കിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബായിരിക്കും, അത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്നൊക്കെ അദ്ദേഹം അതിനുശേഷം പിന്നീട് ചില വെല്ലുവിളികളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബീഹാറിലെത്തിയിരുന്നു. അവിടെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ തന്നെ നേതൃത്വം നൽകുകയും അതിനുശേഷം ഇന്നലെ രാത്രിയോട് കൂടിയാണ് അദ്ദേഹം വീണ്ടും തിരികെ ഡൽഹിയിലേക്ക് എത്തുകയും ഇന്ന് രാവിലെ 12 മണിക്ക് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു 10 മിനിറ്റിനകം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വേദിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണെങ്കിലും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ ഹൈഡ്രജൻ ബോംബ് ലോഡിംഗ് എന്ന് കോൺഗ്രസും ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഏതാണെങ്കിലും എന്താണ് ആ ഹൈഡ്രജൻ ബോംബ് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.